Sanctus, 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 Sanctus. കാറ്റിനാൽ കവർന്നെടുക്കപ്പെട്ട ഒരു നല്ല കാലത്തിൻ്റെ തിരക്കോളുയർത്തിയ ഓർമ്മകൾ പേറുകയാണ് ഫോർട്ട് കൊച്ചി. ആലിംഗനങ്ങളുടെയും ചുംബനങ്ങളുടെയും പുഞ്ചിരിയും കണ്ണീരും നിറഞ്ഞ ഋതുഭേദങ്ങളുടെയും കായൽ തീരം. ഈ തെരുവുകൾ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഭൂതകാലത്തിൻ്റെ നിശ്വാസമുതിർക്കുകയാണ് ഇപ്പോഴും. കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ കേരളീയ സമൂഹത്തിലെ റൊമാൻറ്റിക് ഔട്ട്സൈഡേഴ്സ്. പോർച്ചുഗീസിൽ നിന്നും കടൽ കടന്നെത്തിയ ഈ അതിഥികളിൽ നിന്നും ആതിഥ്യ മര്യാദകളെക്കുറിച്ചും സാംസ്കാരികതയെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ പലതുമുണ്ട്. 1498 വാസ്കോഡഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയത് മുതൽ തുടങ്ങിയ ഈ ചരിത്ര പ്രക്രിയ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ അവസാനിച്ചു. കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ വംശജരിൽ ഏറിയ പങ്കും പോർച്ചുഗീസുകാരാണ് എന്ന് പറയാം. 4 വിഭാഗങ്ങളായാണ് കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ വംശജരെ തരംതിരിച്ചിരിക്കുന്നത്: പറങ്കി, ലന്ത, പരന്ത്രീസ്, ഇംഗ്രീസ് എന്നിങ്ങനെ. വാണിജ്യത്തിനായി ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മുഖ്യ കേന്ദ്രമായി കൊച്ചിയെ കണ്ടിരുന്നു. ഈ സമയം പോർച്ചുഗീസ് രാജാവായിരുന്ന ഡോം മാനുവൽ കേരളത്തിലെ ധനിക കുടുംബങ്ങളിലെ സ്ത്രീകളെ പോർച്ചുഗീസുകാർക്ക് വിവാഹം ചെയ്യാം എന്ന അനുമതി നൽകി. ഇതോടെ കേരളത്തിൽ ഒരു സങ്കരവർഗം ഉടലെടുക്കുകയായിരുന്നു. അവരെ നാം ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. മ്യൂസിയം എന്നുമാണ്. അതായത് ഭാരതത്തിൽ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്, ഒരുപാട് സാംസ്കാരിക ധാരകളുണ്ട് എന്നുള്ളതാണ്. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ അംഗസംഖ്യ കൊണ്ട് വളരെ ചെറിയ ഒരു വിഭാഗമാണ് ആംഗ്ലോ ഇന്ത്യൻ സമൂഹം. പക്ഷേ അവർ ഈ കൾച്ചറൽ മൊസൈക്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുപക്ഷെ ഈ അംഗസംഖ്യയ്ക്ക് അതീതമായ രീതിയിൽ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ജീവിതശൈലികളെയും ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണ രീതികളെപ്പോലും സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. മലയാളി കുടുംബങ്ങൾക്ക് അന്യമായ ജീവിത രീതിയും ആചാരങ്ങളുമാണ് ആംഗ്ലോ ഇന്ത്യൻസിന്. തികച്ചും യൂറോപ്യൻ ശൈലി പിന്തുടരുന്നവർ മുട്ടയും ബ്രെഡും വീഞ്ഞും അണ്ടിപ്പരിപ്പും പഞ്ചസാരയും ചേർത്ത് വിവിധ രീതിയിലുള്ള പലഹാരങ്ങൾ ഇവർക്ക് പ്രിയമത്രേ. താറാവ് റോസ്റ്റിനെ പോലെ ടർക്കി റോസ്റ്റും ഇവർക്ക് പ്രിയമാണ്. കട്ട്ലറ്റ്, മസാല ചാപ്സ്, വിണ്ടാലു, പൊട്ടറ്റോ ചാപ്സ് ഇവ നിരത്തിയ ഡിന്നറും
ആഘോഷ ദിവസങ്ങളിൽ എന്ന പോലെ എന്നും ഇഷ്ടപ്പെടുന്നു. The normal breakfast that the Anglo-Indians have in this part of in Kerala, it's the basics that we have, like the local puttu with kadla or idiyappam and coconut milk, and sometimes we have the North Indian like chapati and dal and puri bhaji. Otherwise, if they don't have much time, we go for bread, cereal, and some bread and butter or jam with eggs. If possible, we have some sausages also or ham. But that's not very regular. Regular breakfast, depending on the time that what we have. If the missus is relaxed and she's got a lot of time on her hands, then she'll make something like puris or chapatis or something. The fastest breakfast is naturally bread and eggs and cereal, either cornflakes or oats. That's a porridge we have. We have a heavy breakfast. Lunch is not so heavy. Dinner is practically very light. The concept is you have your last meal you have say by 8:30, 9 o'clock. The next meal is only by 8 o'clock. It's the longest gap that you have to that you're actually on fast. That's why it's called breakfast. You're a rock that can never be shaken. Lunch is usually fish, a vegetable and a gravy, a salad. That is for lunch. If we have a meat dish, it's a meat dish, a vegetable, gravy and a salad. And at times, since the children are very fond of fried food, papadams are fried. ആംഗ്ലോ ഇന്ത്യൻ കുടുംബങ്ങളിലെ സ്ത്രീകൾ വീട്ടുജോലികൾ മടികൂടാതെ ചെയ്യുകയും പഠിച്ചെടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പുതിയ അറിവ് തന്നെയായിരിക്കും. Dinner we have usually soup, or else it's bread, or sometimes maybe even a vegetable pie. That's all our meal for the night. നമ്മുടെ വസ്ത്രധാരണ രീതി ഇന്ന് 90% ചെറുപ്പക്കാരും പാൻറ്റും ഷർട്ടും ധരിക്കുന്നു. നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് വന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന പല മട്ടൺ ചാപ്സ് എന്നും ബഫാദെന്നും വിന്താലു എന്നും എന്നൊക്കെ നമ്മൾ ഹോട്ടലുകളിൽ കേൾക്കുന്ന ഈ പേരുകൾ, ഈ ഭക്ഷ്യവസ്തുക്കൾ, കേക്ക്, പിന്നെ ബ്രെഡ്, ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള സംഗതികൾ, എന്തിന് നമ്മുടെ ഭാഷ പോലും. ഉദാഹരണത്തിന് ഈ മുറിയിൽ ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയും ജനാല തുറന്നിട്ട് എന്ന്. ജനാല എന്ന വാക്ക് മലയാളമാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് പോർച്ചുഗീസ് വാക്കാണ്. അപ്പോൾ പുതിയ ഒരു നിർമ്മാണ രീതി തന്നെ ഇവിടെ ഉണ്ടായി എന്നും ഇവിടെ ഇല്ലാതിരുന്ന ഒരു പദം ഉണ്ടായി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ സ്വഭാവത്തിൻ്റെ അളവുകോൽ അയാൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വീടിൻ്റെ പ്രതിഫലനമാണ്. ആംഗ്ലോ ഇന്ത്യൻ കാഴ്ചപ്പാടിൽ കല്ലും സിമൻറ്റും മരവും ഉപയോഗിച്ചുണ്ടാക്കുന്നതല്ല വീട്. ഹൃദയവേരുകൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ ഒരു പുൽക്കുടിലാണ്. വീട് ഭംഗിയായി കെട്ടി ഉയർത്തിയാൽ മാത്രം പോരെ, വൃത്തിയായി സൂക്ഷിക്കുകയും വേണമെന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നു. When we were younger, my mummy and our parents used to insist that we learn a little cooking, how to keep a house, how to stitch, mend clothes. Stitching was very important. So many of us learned how to stitch. It's only nowadays that now our children have no time to learn to stitch. Many of the children don't even bother to learn to fix a button. But before we got married, it was traditional that they tell us you learn how to do this, you have to do this for your husband, you have to stitch a button. There will come a time when you have to do some hemming for your frock, to shorten your frock. So that many of us learned to stitch. നിത്യജീവിതത്തിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ജനാല, മേശ, കസേര, കടലാസ് തുടങ്ങിയ വാക്കുകൾ പോർച്ചുഗീസിൽ നിന്നും കടം കൊണ്ടതാണ് എന്നറിയുമ്പോൾ ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കും.
എത്രമാത്രം നമ്മുടെ ഭാഷയിൽ തന്നെ എത്രമാത്രം പദങ്ങൾ കയറി വന്നു എന്ന് നമ്മൾ ആലോചിക്കും. കൊച്ചി ഭാഗത്തൊക്കെ ഞങ്ങൾ ഈ ഹാഫ് ട്രൗസറിന് കളുസം എന്ന് പറയും. അപ്പോൾ എത്രമാത്രം വലിയൊരു കൊടുക്കൽ വാങ്ങൽ സാംസ്കാരികമായിട്ട് ആ കാലത്ത് ഉണ്ടായി എന്ന് നമുക്ക് കാണാവുന്നതാണ്. You place gold on my finger. You brought love. പാഴ്സികൾ എന്ന പോലെ നഗരപ്രാന്തത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻസിന് അവരെപ്പോലെ തന്നെ സംഗീതത്തിലും നൃത്തത്തിലും കമ്പമുണ്ട്. വിരുന്നുകളിലും ആഘോഷങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണിത്. നമ്മുടെ സംഗീത ചരിത്രത്തിൽ ഇവരുടെ സംഭാവനകൾക്ക് ഉദാഹരണം നിരവധിയാണ്. സൈലന്റ് നൈറ്റ്, കം ഓൾ യേ ഫെയ്ത്ത്ഫുൾ തുടങ്ങിയ ഗാനങ്ങൾ ഏത് ആഘോഷങ്ങളിലും കേൾക്കാം. You're my shelter from trouble wind. ഞങ്ങൾ 1,00,000 താഴെ അല്ലെങ്കിൽ 1.5 ലക്ഷം മാത്രം വരുന്നൊരു ജനസമൂഹമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ്. You're my anchor. ഈ വീട്ടിൽ ടോണി ഫെർണാണ്ടസിന് മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട് കൂട്ടിന്, ഒരു കാക്ക. 10 വർഷത്തിലേറെയായി ടോണി ഫെർണാണ്ടസും കാക്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധം. മനുഷ്യരുമായി ഒരിക്കലും ഇണങ്ങാൻ കൂട്ടാക്കാത്ത ഈ പക്ഷിയും പക്ഷേ ഈ ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിന് അന്യനല്ല. When I'm tired and weak. ഡൈനിങ് ഹാളിലെ ജനാലയ്ക്ക് സമീപം വെച്ചിരിക്കുന്ന ക്ലോക്ക് ബെല്ലിൽ ഈ ബെസ്റ്റ് ഫ്രണ്ട് തനിക്ക് വിശക്കുമ്പോൾ കൊക്കുകൊണ്ട് മണിമുഴക്കും. Used to be everything that I need. You're my bread when I'm hungry. ബ്രെഡിൽ വെണ്ണ പുരട്ടി തൻ്റെ കൊക്കിലെത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യും. You're my anchor. കൊക്കിൽ ബ്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടൻ പറന്നു പോവുകയായി. കാക്കയുമായുള്ള ഈ ആത്മസൗഹൃദത്തിന്റെ പൊരുൾ എന്തെന്ന് ഈ മനുഷ്യനറിയില്ല. എങ്കിലും ലോകം മനസ്സിലാക്കിയ ഈ സമൂഹത്തിന്റെ ആതിഥ്യമര്യാദയുടെ ഊഷ്മളമായ ഉദാഹരണമായി നമുക്കിതിനെ കാണാനാകും. You were the one, Mother, you helped me see the light when even my day. ആംഗ്ലോ ഇന്ത്യൻ കുടുംബങ്ങളിലെ ആഘോഷങ്ങളെ കോൺസാറ്റ എന്ന പോർച്ചുഗീസ് പദം കൊണ്ട് വിവക്ഷിക്കുന്നു. ഓരോ ആഘോഷവും ജീവിതത്തിൻ്റെ മധുരമൂറുന്ന ഓർമ്മകളായിരിക്കണം. അങ്ങനെയാകണമെങ്കിൽ ജീവിതം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയണം. ആംഗ്ലോ ഇന്ത്യൻസിന്റെ ക്രിസ്തുമസ് ആഘോഷം അത്തരത്തിൽ ഒന്നാണ്. 1 മാസം മുമ്പ് തന്നെ ഇവർ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. പ്രത്യേകതരം കേക്കുകളും വീട്ടിൽ വാറ്റിയെടുക്കുന്ന മേൽത്തരം വീഞ്ഞും നിർമ്മിക്കുന്നത് ഇവരുടെ പരമ്പരാഗത ചടങ്ങു കൂടിയാണ്. Then for Christmas, we take part of the cake mixture, which you make the Christmas cake. You steam in a small little pudding vessel. You steam it, and after it's cooked, you put it away in the fridge. And on Christmas Day, you take out the little pudding. It's a small pudding in a small little vessel. You turn it out. You pour brandy on it. You light it, and then when the flame goes off, you cut it in small pieces, just small pieces. Either you can eat it with cream, or you can eat it with ice cream, or you can eat it just plain as the Christmas pudding. That's the Christmas lunch. Come all ye faithful, joyful and triumphant. Oh come ye to Bethlehem. Come and behold him, born the King of angels. Oh come let us adore him. Oh come
ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഒരു ആചാരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ക്രിസ്മസിൻ്റെ ഒരു അടയാളം വേണമെങ്കിൽ കുരിശാകാമായിരുന്നു. എന്തുകൊണ്ടൊരു മരമായി? ഒരു മരമാണ് മനുഷ്യനെ രക്ഷിച്ചത് എന്നാണ് ക്രൈസ്തവ വിശ്വാസം. അതായത് ക്രിസ്തു തൂങ്ങി മരിച്ച കുരിശ് അതൊരു മരമാണ്. അപ്പോൾ അന്ന് ആദത്തിനെയും ഔവ്വായെയും ഈ പർദീസയിൽ നിന്ന് ഓടിക്കുമ്പോൾ ദൈവം പറഞ്ഞു, കാലത്തിൻ്റെ തികവിൽ നിങ്ങൾക്ക് രക്ഷകനെ അയക്കും ഞാൻ. അപ്പോൾ ആ രക്ഷകൻ ഇതിന് പരിഹാരം ചെയ്തതാണ് ബൈബിൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ കുരിശ് മരണം. അപ്പോൾ അതാണ് ക്രിസ്മസ് ട്രീയുടെ പ്രത്യേകത. അപ്പോൾ ആ ട്രീയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ചില ഉണ്ടകളൊക്കെ ഗോൾഡൻ കളറിലൊക്കെ കിട്ടി തൂങ്ങിക്കിടക്കുന്നത്. അത് അന്നത്തെ ആ പഴമായിരിക്കണം. ഫോർട്ട് കൊച്ചിയിലെ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് ക്രിസ്മസ് എന്നത് പഴയ യൂറോപ്യൻ പാരമ്പര്യത്തിൻ്റെ എല്ലാ വശീകരണ ശക്തിയും മുഴങ്ങിയെത്തുന്ന ഒരനുഭവമാണ്. പാരമ്പര്യ നൃത്തങ്ങളായ വാൾസ്, ജീപ്പ്, ടാങ്കോ, ചാച്ച തുടങ്ങിയവ മുതിർന്നവർ ഇഷ്ടപ്പെടുമ്പോൾ മോഡേൺ നൃത്തങ്ങളോടാണ് ചെറുപ്പക്കാർക്ക് പ്രിയം. Laudate Domino. Omnes gentes. Laudate ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ലൗദാത്തെ. പരമ്പരാഗത വേഷമണിഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീകൾ പോർച്ചുഗീസ് ഭാഷയിൽ പാടുന്ന പാട്ടാണ് ഇത്. misericordia eius, et veritas Domino manet in aeternum. തികച്ചും ആഘോഷപൂർണമാകണം ജീവിതം എന്നു കാണിച്ചു തരുന്ന ഈ ജനതയോട് നമുക്ക് പറയാം ഒബ്രിഗാഡോ അഥവാ നന്ദി.